എൻ്റെ പ്രണയം ഭാഗം 41. പ്ലീസ് പൊന്നു, ഒന്ന് പറയ്. അത് പറഞ്ഞതും പൊന്നു ഹരിയെ നോക്കി. ഹരിയേട്ടാ ഒന്ന്. പൊന്നു, എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനാകെ ടയേർഡായി. ഹരി പറഞ്ഞു. ഇപ്പോൾ ഇവളാണ് വിളിച്ചതെങ്കിൽ നീ വരില്ലേ ഹരി? പെട്ടെന്ന് ശിവരഞ്ജിനി ദേഷ്യത്തോടെ ചോദിച്ചതും തീർച്ചയായിട്ടും എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ ഞാൻ ഒരു ക്ഷീണവും വകവയ്ക്കില്ല. ക്ഷീണം ഉണ്ടാവുകയില്ല. ഹരി പറഞ്ഞതും ശിവരഞ്ജിനി പൊന്നുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. എന്തിനാ ഹരിയേട്ടാ? ശിവരഞ്ജിനിയുടെ ഒരാഗ്രഹമായിരുന്നില്ലേ? ഒന്ന് കൂടെ ഡാൻസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? പൊന്നു ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല പൊന്നു, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. നിനക്ക് ഡാൻസ് ചെയ്യണോ? എന്നാ വാ, നമുക്കൊരു കൈ നോക്കാം. അവൻ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചതും അയ്യോ ഞാനില്ല. ഇനിയും ഞാൻ ഹരിയേട്ടൻ്റെ ഒപ്പം ഡാൻസ് ചെയ്താൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ഇപ്പം തന്നെ അവനെന്നെ ഹരിയേട്ടൻ്റെ ഒപ്പം വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മോൻ വേഗം വിട്ടേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ഇത് എങ്ങോട്ട് പോകുന്നേ? ഞാനൊന്ന് നന്ദ ചേച്ചിയെ കണ്ടിട്ട് വരട്ടെ. കുഞ്ഞിനെ കണ്ടിട്ട് കുറേ നാളായില്ലേ, ഞാനിങ്ങോട്ട് വരാറില്ലല്ലോ, അവൾ പറഞ്ഞു. എന്നാ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വിട്ടു. പൊന്നു, നീ എങ്ങോട്ടാ പോകുന്നേ? അവൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് വാണി ചോദിച്ചു. ഞാൻ നമ്മുടെ നന്ദ ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ പോകുന്നു. എന്നാൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി നന്ദയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയി. കുഞ്ഞിനെ നോക്കി നടന്നപ്പോഴാണ് നിരഞ്ജൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു മോൻ എന്ന് കണ്ടതും പൊന്നു അവിടെ നിന്നു. വാണി, നീ ഒന്ന് പോയി മോനെ എടുത്തിട്ട് വാ, പൊന്നു പറഞ്ഞതും വാണി കുഞ്ഞിനെ എടുക്കാനായി പോയി. ഹായ് ഇതൾ, തന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, ഞങ്ങളെയൊക്കെ മറന്നോ? ഇപ്പോൾ കാണാറില്ലല്ലോ, രോഹനാണ് പറഞ്ഞത്. ഇല്ല, തിരക്കായിരുന്നു, ജോലിക്ക് പോകുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റാറില്ലല്ലോ, ഇതൾ പറഞ്ഞു. താൻ കോളേജിൽ കയറിയെന്ന് നന്ദേച്ചി പറഞ്ഞു. അല്ല, ഏട്ടൻ എന്താ വിവാഹം കഴിക്കാത്തത്? പൊന്നു ചോദിച്ചു. അടുത്ത മാസം എൻ്റെ വിവാഹമാണ്, രോഹൻ പറഞ്ഞു. അതെയോ? ആരും പറഞ്ഞു കേട്ടില്ല. പറഞ്ഞു കേൾക്കാനായിട്ട് താനിങ്ങോട്ട് വരാറില്ലല്ലോ. സോറി, അത് ശരിയാണല്ലോ. അപ്പോഴേക്കും വാണി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നു. വരാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന് അറിയോ ഈ ചെക്കന്? കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വാണി പറഞ്ഞു. പിന്നെ നന്ദ ചേച്ചി ടാറ്റ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടാ തന്നുവിട്ടത്. പൊന്നു കുഞ്ഞിനെ എടുത്തു. ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രോഹനെ കണ്ടതും അവൻ കരച്ചിൽ നിന്നു. ചെറിയച്ഛനെ കണ്ടപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നല്ലോ, വാണി പറഞ്ഞു. അവൻ ഞങ്ങളുടെ മുത്തല്ലേ എന്ന് പറഞ്ഞ് രോഹൻ കുഞ്ഞിനെ കൊഞ്ചിച്ചു. ആരോ വിളിക്കുന്നത് കേട്ട് രോഹൻ പോയതും കുഞ്ഞിനെ കൊണ്ട് പൊന്നുവും വാണിയും ഹരിയും കൂട്ടരും ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പൊന്നുവിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കണ്ടതും ഇതേതാ ഈ കുഞ്ഞ്? നവീൻ ചോദിച്ചു. ഇത് ഇവിടുത്തെ നന്ദചേച്ചിയുടെ കുഞ്ഞാണ്. അതെയോ? ആളെന്താ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നത്? അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നതിൻ്റെ ചെറിയൊരു കരച്ചിൽ തുടങ്ങിയിരുന്നു, പക്ഷെ പെട്ടെന്ന് നിന്നു. അതൊക്കെ നിൽക്കും, ദേ ഇങ്ങേരെ കണ്ട ഏത് കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കും, ശ്രദ്ധ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവളെ കാണിക്കണ്ട കേട്ടോ, ചിലപ്പോൾ കുഞ്ഞ് കരഞ്ഞാലോ, അപ്പം തന്നെ നവീനും പറഞ്ഞു. പൊന്നു കുഞ്ഞിനെയും കൊണ്ട് ഹരിയുടെ അടുത്താണ് ഇരുന്നത്. ഹരി പൊന്നു ഇരുന്നതും അവളുടെ കസേരയുടെ പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞ് പൊന്നു കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ട് ഹരി കുഞ്ഞിനെയും പൊന്നുവിനെയും നോക്കിയിരുന്നു. പൊന്നൂസിന് കുഞ്ഞുങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു, ഹരി ചോദിച്ചു. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവനെ ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നതല്ലേ, ഇപ്പോൾ കുറേ നാളായിട്ട് എന്നെ കാണാതെയായി മറന്നു എന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് പൊന്നു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ഹരിയും ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കണ്ട ശരിക്കും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് തോന്നുന്നു, വാണി പറഞ്ഞു. പിന്നീട് കുറച്ചു നേരം അവർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദചേച്ചി വന്നു. ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെ എല്ലാവരും പോവുകയാണ് എന്ന് പറഞ്ഞു. കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ, ഹരിയുടെ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചു. ഇപ്പോഴോ? കുറച്ചുകൂടി. ഇത് കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി, നീ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നിനക്ക് നിന്റെ പെണ്ണിൻ്റെ ഒപ്പം ഇരിക്കാനല്ലേ ഇത്രയും നേരം ഇരുന്ന് രാവിലെ മുതൽ ആ കുട്ടിക്ക് ശ്വാസം വിടാനുള്ള സമയം കൊടുത്തിട്ടില്ല, മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു. ഹരി മുത്തശ്ശിയെ നോക്കി. ഇതിനെ വേണമെങ്കിൽ വേഗം കൊണ്ടുപോയിക്കോ, ഹരി പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എത്ര സമയമായെന്നറിയോ ആ കുട്ടിയെ അവൻ അങ്ങോട്ട് വിടില്ല ഇങ്ങോട്ട് വിടാതെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കുന്നു. ആരും പിടിച്ചുകൊണ്ട് പോവില്ലട ചക്ക,
നീ ഇങ്ങനെ പൊതിഞ്ഞു വെക്കാനായിട്ട്? മുത്തശ്ശൻ വീണ്ടും പറഞ്ഞതും ആരും കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടല്ല മുത്തശ്ശ, അങ്ങനെ കൊണ്ടുപോകാൻ പാകത്തിന് ഇവളെ ഞാൻ വിട്ടുകൊടുക്കുകയോ ഇല്ല. ഹരി സ്റ്റേജിൽ നിൽക്കുന്ന നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും മുത്തശ്ശനും മോനും കൂടി സംസാരിച്ച വഴക്കാവും എന്ന് തോന്നിയതുകൊണ്ട് അതെ, വീട്ടിൽ പോകാം. മുത്തശ്ശിയും ഹരിയുടെ അച്ഛനും വന്ന് വിളിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹരിയും നവീനും എല്ലാവരും പോയി. പൊന്നു അവിടെ നിന്നും ഇറങ്ങാൻ പോയതും പൊന്നുവിനെയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് നന്ദ അങ്ങോട്ട് വന്നു. മോളെ, അവരുടെ റൂമൊന്ന് അറേഞ്ച് ചെയ്യണമല്ലോ, നിങ്ങളും കൂടോ ഞങ്ങളുടെ ഒപ്പം? നന്ദ ചോദിച്ചതും സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന നിരഞ്ജനും പൂജയും അത് കേട്ടു. വാണിയും ശ്രദ്ധയും ഐറയും പൊന്നുവിനെ നോക്കി. ചേച്ചി, അതിന് ഞങ്ങളെക്കാളൊക്കെ ബെസ്റ്റ് ദേ അവർ രണ്ടുപേരുമാണ്, വാണി തരുണിനെയും എറിക്കിനെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ലടാ, ഇന്ന് കുറച്ച് ഭക്ഷണം ബാലൻസ് ഉണ്ടേ, അത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാണ് അവർ. അതിൻ്റെ തിരക്കിലാണ്. ഇതിനി അവരോട് എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ടാണ്. എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്, റോഷൻ ചേട്ടൻ ദേ നിൽക്കുന്ന കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് താ, ഞങ്ങൾ നോക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോളൂ. നിങ്ങൾക്കാവുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ, ശ്രദ്ധ പറഞ്ഞു. ഇതിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നുമില്ല. വാ നമുക്ക് പോകാം. എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീണ്ടും നന്ദ നിർബന്ധിച്ചതും വാടാ നമുക്കത് ചെയ്യാം എന്ന് പൊന്നു പറഞ്ഞതും ശ്രദ്ധയും വാണിയും ഐറയും അവളെ നോക്കി. ശ്രദ്ധ അവളെ കയ്യിൽ പിടിച്ചു. വാ നമുക്ക് വേഗം അത് ചെയ്തിട്ട് പോകാം, നല്ല ക്ഷീണമുണ്ട്. അതുമാത്രമല്ല ഹരിയേട്ടൻ ഇപ്പോൾ വിളിക്കും. പൊന്നു ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതെല്ലാം കേട്ടുനിന്ന നിരഞ്ജൻ്റെ നെഞ്ചിൽ ഒരു വിങ്ങലായിരുന്നു എങ്കിൽ പൂജയിൽ ഒരു പുഞ്ചിരിയായിരുന്നു. അവളെ തങ്ങളുടെ മണിയറ ഒരുക്കാൻ അവൾ വരുന്നതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. വേഗം വാ എന്ന് പറഞ്ഞ് പൊന്നു തന്നെ അവരെ വിളിച്ചുകൊണ്ടുപോയി. നിനക്കെന്താ പൊന്നു, നിനക്കിത് എന്തിൻ്റെ ആവശ്യമായിരുന്നു? വാണി ചോദിച്ചു. എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷനാവുന്നത്? നമ്മുടെ അയൽവാസി, പിന്നെ നിരഞ്ജനെയും നമുക്കറിയാവുന്നതാണ്, പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ദേ തരുണേട്ടൻ്റെയും ഇവളുടെയും മണിയറ ഒരുക്കിയത് നമ്മളല്ലേ, അതുപോലെ തന്നെ കണ്ടാൽ മതി. നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ അയൽവാസി, നമ്മുടെ ഏട്ടന്മാരുടെ കൂട്ടുകാരൻ, നന്ദ ചേച്ചിയുടെ അനിയൻ, അദ്ദേഹത്തിന് മണിയറ ഒരുക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാനും അയാളും തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടോ? എനിക്കില്ലല്ലോ. പിന്നെ നിങ്ങളും അത് ഓർക്കണ്ട. പൊന്നു പറഞ്ഞു കേട്ടപ്പോൾ ശരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? അതുമാത്രമല്ല, ആ പൂജയ്ക്ക് ഇതിലും നല്ല പണി കൊടുക്കാനില്ല. ശ്രദ്ധ പറഞ്ഞതും നീ എന്തു ചെയ്യാൻ പോകുന്നു? വാണി ചോദിച്ചു. ഈ അവസരം നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നായ്ക്കരണപ്പൊടി എടുത്തുകൊണ്ടുവന്ന് വെച്ചേനെ. കഷ്ടമായല്ലോ. ശ്രദ്ധ പറഞ്ഞതും എല്ലാവരും കൂടി ചിരിച്ചു. അവൾ നിരഞ്ജൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ 3 പേരും പൊന്നുവിനെ നോക്കി. മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും അവൾക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അവർക്കും സമാധാനമായത്. അപ്പോഴേക്കും വലിയ 2 കവറുമായി നന്ദചേച്ചി വന്നു. വാ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി. വേഗം ഡോർ അടച്ചു. അതിൽ ബെഡ്ഷീറ്റുണ്ട് എന്ന് പറഞ്ഞ് നല്ലൊരു ബെഡ് കവർ അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ നല്ല ഭംഗിയിൽ തന്നെ ആ റൂം ഡെക്കറേറ്റ് ചെയ്തു. നിറയെ റോസാപ്പൂക്കളാൽ ആ ബെഡ് എല്ലാം അലങ്കരിച്ചു. അപ്പോഴേക്കും പൊന്നുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തതും ഹരിയായിരുന്നു. ഹലോ ഹരിയേട്ടാ, എന്തെടുക്കുക? അവൻ ചോദിച്ചു. അത് ഹരിയേട്ടാ, ഞങ്ങൾ നിരഞ്ജൻ്റെ ബെഡ്റൂം ഡെക്കറേറ്റ് ചെയ്യുകയാണ്. എന്ത്? നിരഞ്ജൻ്റെ ബെഡ്റൂം ഡെക്കറേറ്റ് ചെയ്യുന്നോ? നീ എന്താ ഈ പറയുന്നേ? പെട്ടെന്ന് അവിടെ നിന്നുള്ള ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും എന്തു പറ്റി ഹരിയേട്ടാ? പൊന്നു ഹരിയോട് സംസാരിച്ചുകൊണ്ട് നിരഞ്ജൻ്റെ റൂമിൻ്റെ ബാൽക്കണി തുറന്ന് പുറത്തേക്ക് വന്നു. നന്ദ ചേച്ചി ഞങ്ങളോട് കൂടുമോ എന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നു, അതിനെന്താ കുഴപ്പം? യാതൊരു ഭാവവ്യത്യാസം ഇല്ലാതെ പൊന്നു ചോദിച്ചു. പൊന്നു നിനക്ക്? ഹരിയേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ തെറ്റായ ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ വിഷമം പോലും മനസ്സിലില്ല. അതിന് കാരണം എൻ്റെ ഹരിയേട്ടനാണ്. ഞാനിപ്പോൾ എൻ്റെ ഹരിയേട്ടൻ്റെയാണ്. ആ ഉറപ്പും ആ വിശ്വാസവും എനിക്കുണ്ട്. ആ വിശ്വാസം ഹരിയേട്ടനുണ്ടെങ്കിൽ ഒരിക്കലും ഹരിയേട്ടനെ ഇതിനെ എതിർക്കില്ല, തടസ്സം പറയേണ്ട ആവശ്യവുമില്ല. പൊന്നു പറഞ്ഞു. എനിക്ക് പൊന്നു നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലൊന്നുമില്ല ഹരിയേട്ടാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റുന്നുണ്ട്.
ദേ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ്. അവളുടെ അടുത്തേക്ക് അപ്പോഴാണ് ആരോ വന്നത്. പൊന്നു. ആ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ നിരഞ്ജനെ കണ്ടതും പൊന്നു ഫോൺ കട്ട് ചെയ്യാതെ തന്നെ നിരഞ്ജനെ നോക്കി. എന്താ നിരഞ്ജൻ സാർ, ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, പൂജ എവിടെ? നിങ്ങൾക്ക് സമയമായല്ലേ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് പൊന്നു അവനെ മറികടന്ന് പോയതും പൊന്നു നിരഞ്ജൻ വീണ്ടും വിളിച്ചു. എന്താ സാർ? അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. പൊന്നു ഹരിയുടെ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? നിരഞ്ജൻ ചോദിച്ചു. എന്തിന് എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നേ? എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. സങ്കടമുണ്ടായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളുണ്ട്, ഹരിരുദ്രദേവ് എന്നാ എൻ്റെ ഹരിയേട്ടൻ. അദ്ദേഹത്തെ എനിക്ക് കിട്ടിയത് നിങ്ങൾ കാരണമല്ലേ. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയല്ലേ വേണ്ടത്. താങ്ക് യു. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയതിന്, അതിലൂടെ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നതിന് എല്ലാം ഞാൻ ദൈവത്തോടും പിന്നെ നിങ്ങളോടുമാണ് കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അവൾ പറഞ്ഞു. ഞാൻ പോട്ടെ, ഹരിയേട്ടനിപ്പോൾ വിളിക്കും. അവൾ പറഞ്ഞ് നടക്കാൻ പോയതും പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട്, ഈ റൂം ഇന്ന് ഞാൻ റെഡിയാക്കണമെന്നുള്ളത് നിങ്ങളുടെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. പൊന്നു പറഞ്ഞതും അങ്ങോട്ട് വാണിയും ശ്രദ്ധയും എല്ലാം വന്നു. നീ എന്താ പറഞ്ഞത്? നമ്മളോട് നന്ദ ചേച്ചിയല്ലേ പറഞ്ഞത്? വാണി ചോദിച്ചു. നന്ദ ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത്, പക്ഷേ പറയിപ്പിച്ചത് പൂജയും പിന്നെ ശിവരഞ്ജിനിയുമാണ്. എന്ത്? എല്ലാവരും പരസ്പരം നോക്കി. നീ എന്താ പറഞ്ഞത്? അതെ, സോറി, നമ്മളല്ല, ഞാൻ ഈ ബെഡ്റൂം ഇന്ന് ഒരുക്കണമെന്ന് ശിവരഞ്ജിനിക്ക് ഒരാഗ്രഹം. ശിവരഞ്ജിനിക്ക് മാത്രമല്ല കേട്ടോ, പൂജയ്ക്കും. അത് അവർ നന്ദ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. പൊന്നു പറഞ്ഞ് നിരഞ്ജനെ നോക്കി. ഇതെൻ്റെ പ്രതികാരമൊന്നുമല്ല കേട്ടോ, ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഹരിയേട്ടനെ തന്നതിന്, എൻ്റെ ഹരിയേട്ടൻ്റെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചത്, അതിന് കാരണമെല്ലാം നിങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും ഞാൻ ചെയ്തു തരണ്ടേ? എൻ്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന കുഞ്ഞു സന്തോഷം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ലേ, പോകാം നമുക്ക്. പൊന്നു കൂട്ടുകാരോട് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് അവിടെ നിൽക്കുന്ന പൂജയെ കാണുന്നത്. ഹായ് പൂജ, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചതിൻ്റെ തൊലിക്കട്ടി അപാരം. എന്തുറപ്പില്ല പൂജ ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത്? ഇനി ഞങ്ങളെങ്ങാനും ഇതിൽ വല്ല ചൊറിഞ്ഞാണമോ നായ്ക്കരണ പൊടിയോ അങ്ങനെ എന്തെങ്കിലും തൂകിയാ നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് കുളമാവില്ലേ? അങ്ങനെ ഒരു പേടിയൊന്നും നിനക്ക് തോന്നിയില്ലേ പൂജ? വാണി ചോദിച്ചു. എന്തായാലും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കാനുള്ള ഈ ഫസ്റ്റ് നൈറ്റ് കൊളാക്കണ്ടെന്ന് തോന്നി. പിന്നെ ഞങ്ങളുടെ പൊന്നു പറഞ്ഞതുപോലെ ഞങ്ങളുടെ പൊന്നുവിന് ഹരിയേട്ടനെ കിട്ടിയത് നിങ്ങൾ കാരണമാണല്ലോ. ആ സന്തോഷത്തിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. പിന്നെ ഞങ്ങളുടെ പൊന്നുവിൻ്റെയും ഹരിയേട്ടൻ്റെയും ബെഡ്റൂമൊന്നും റെഡിയാക്കാൻ നിങ്ങളെ ഞങ്ങൾ വിളിക്കില്ല കേട്ടോ. അതിന് ഹരിയേട്ടൻ തന്നെ മതി. കാരണം എന്താണെന്നറിയോ? ഈ ഹരിയേട്ടൻ പൊന്നുവിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യേകമായി ചിന്തിക്കുന്ന ആളാണ്. അവൾക്ക് എല്ലാം സ്പെഷ്യൽ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ ബെഡ്റൂം ഡെക്കറേഷൻ അത് എന്തായാലും ഞങ്ങളെപ്പോലെ ഒന്നും അറിയാത്ത പാവങ്ങളെ വെച്ച് ചെയ്യിക്കാനൊന്നും അദ്ദേഹം ശ്രമിക്കില്ല. അവരുടെ മണിയറയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരുക്കിയതാണോ അല്ലെങ്കിൽ ഹരിയേട്ടൻ പറഞ്ഞേൽപ്പിച്ചവർ ഒരുക്കിയതാണോ എന്ന് നോക്കിയിട്ട് അന്ന് മറുപടി തരണം കേട്ടോ. പോട്ടെ പൂജ എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവർ 3 പേരും അവിടെ നിന്നിറങ്ങി. നിരഞ്ജൻ ദേഷ്യത്തിൽ പൂജയെ നോക്കി. എന്തായാലും കൊള്ളാം, ഇങ്ങനൊരു ഭാഗ്യം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? കാമുകി തന്നെ മണിയറ ഒരുക്കുന്നു. പൂജ പൊന്നുവിനോടുള്ള ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് നിരഞ്ജനോട് പറഞ്ഞു. നിരഞ്ജൻ അവിടെ നിന്നും ദേഷ്യത്തിൽ വാഷ്റൂമിലേക്ക് പോയി. എന്നാൽ അവിടെ നിന്നും ഇറങ്ങി വീടെത്തിയതും ഫോണിലേക്ക് പൊന്നു നോക്കിയപ്പോൾ അപ്പോഴും ഫോണിൽ ഹരിയുണ്ടായിരുന്നു. ഹരിയേട്ടൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല. പൊന്നു, താങ്ക് യു, എന്നിൽ നീ ഇത്രയും വിശ്വാസം അർപ്പിച്ചതിന്. ഹരി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട്, ഈ താങ്ക് യു ഞാനല്ലേ ഹരിയേട്ട പറയേണ്ടത്?
ഇന്നെനിക്ക് അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയത് ഹരിയേട്ടൻ എൻ്റെ കൂടെയുള്ളത് കൊണ്ടായിരുന്നില്ലേ? ഹരിയേട്ടൻ തന്ന നല്ല ദിവസങ്ങളുടെ ഓർമ്മ ഉണ്ടായത് കൊണ്ടല്ലേ? അപ്പോൾ താങ്ക് യു ഞാനല്ലേ പറയേണ്ടത്? അവൾ പറഞ്ഞു. ചെന്ന് ഫ്രഷായിട്ട് എന്നെ വിളിക്കേ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു. റൂമിൽ ചെന്ന് ഫ്രഷായി കുറച്ചു നേരം കൂടി ഹരിയുമായി സംസാരിച്ചതിന് ശേഷമാണ് പൊന്നു ഉറങ്ങിയത്. എന്നാൽ നിരഞ്ജൻ്റെ വീട്ടിൽ അവൻ്റെ ബെഡ്റൂമിൽ പൂജ നിരഞ്ജനെ നോക്കിയിരിക്കുകയായിരുന്നു. നിരഞ്ജൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അവൾ വാഷ്റൂമിൽ കയറിയ സമയത്ത് പുറത്തേക്ക് പോയതാണ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ലായിരുന്നു. കുറേ നേരം പൂജ നോക്കിയിരുന്നു. അവൾ ടേബിളിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് പാലും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. സമയം നോക്കിയപ്പോൾ 12 കഴിഞ്ഞു. ഈ നേരമായിട്ടും നിരഞ്ജൻ റൂമിലേക്ക് വന്നിട്ടില്ല എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ ഫോണെടുത്ത് നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അവിടെയുള്ള ടേബിളിൽ റിങ് ചെയ്യുന്ന നിരഞ്ജൻ്റെ ഫോൺ കണ്ടത്. അവൾ ആ ഫോൺ എടുക്കാതെ ഇത് എവിടെ പോയിരിക്കാൻ ഇയാൾ? അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ്റെ ഫോൺ എടുത്തു നോക്കി. അത് ലോക്കാണെന്ന് അവൾ കണ്ടു. അവൾ പല പാസ്വേഡും അടിച്ചു നോക്കിയെങ്കിലും അത് തുറന്നില്ല. അവൾ വീണ്ടും ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജൻ കയറി വന്നത്. അവൻ വാതിലടിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് തൻ്റെ ഫോൺ അവളുടെ കയ്യിലിരിക്കുന്നത് അവൻ കാണുന്നത്. അവൻ ആ ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഫോണിൽ എന്താ നീ നോക്കുന്നത്? ഞാനും പൊന്നുവും തമ്മിലുള്ള ഫോൺ കോളോ ചാറ്റിങ്ങോ ഫോട്ടോയോ അങ്ങനെ വല്ലതും ആണോ നീ നോക്കുന്നത്? എന്നാ കേട്ടോ, എല്ലാം ഉണ്ട്. എൻ്റെ പൊന്നു പാടിയ പാട്ടുകൾ വരെയുണ്ട് അതിൽ. ഇന്നലെ വരെ അവൾ പാടിയ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നിരഞ്ജൻ പറയുമ്പോൾ പൂജ നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലും അവൾക്ക് തോന്നി. നിരഞ്ജൻ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? അവൾ ചോദിച്ചു. പിന്നെ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ്. പൊന്നുവിനെ സ്നേഹിച്ചിരുന്നുവെങ്കിലും ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ തെറ്റായ ഒരു രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഒന്ന് ആഘോഷിക്കണമെന്ന്, ഒരു പെണ്ണിനെ അറിയണമെന്ന്? അതിൻ്റെ ധൈര്യത്തിന് വേണ്ടി. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാട്ടോ, അതുകൊണ്ടാണ്, അവൻ പറഞ്ഞു. അത് കേട്ടതും പൂജയ്ക്ക് ദേഷ്യം തോന്നി. നിരഞ്ജൻ, നീ കിടക്കാൻ നോക്ക്, പൂജ പറഞ്ഞു. അതെങ്ങനെയാ പൂജ കിടക്കുന്നത്? ഇന്ന് എൻ്റെ പൊന്നുവിനെ കൊണ്ട് ഇത്രയും മനോഹരാക്കി നമ്മുടെ മണിയറ ഒരുക്കിയിട്ട് എന്നോട് കിടക്കാൻ പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നത്? ഇവിടെ ഇപ്പോഴും എൻ്റെ പൊന്നുവിൻ്റെ ആ മണം, അവളുടെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ എൻ്റെ പൊന്നുമായിരിക്കും, അവളുടെ ആ മണമായിരിക്കും. അവൻ ആഞ്ഞു ശ്വാസം വലിച്ചു. നീ ആഗ്രഹിച്ചത് ഈ രാത്രി, അത് ഞാൻ നിനക്ക് തരാം, വാ. അവൻ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ കുഴയുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും അവൾക്ക് പൊന്നുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. നിരഞ്ജൻ അവൾക്കടുത്തേക്ക് വന്നതും പൂജയ്ക്ക് ദേഷ്യം തോന്നി. പൂജ അവനെ പിടിച്ച് വലിച്ച് ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്കാക്കി വാതിലടച്ചു. ഇവിടെ നിന്റെ പൊന്നുവിൻ്റെ മണമുണ്ടെന്നല്ലേ നീ പറയുന്നത്? എന്നോ ആ മണമുള്ളിടത്ത് നീ ഇനി കിടക്കണ്ട. ഇനി അവളുടെ നിഴൽ പോലും നിന്നിൽ പതിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇന്ന് നീ അവിടെ കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ബെഡിലേക്ക് വന്നിരുന്നു. അവൾ ചുറ്റും നോക്കി. മനോഹരമായി തന്നെ അവിടെയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു. പക്ഷേ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അവൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു, എല്ലാം വലിച്ചു വാരിയിട്ടു. അവളുടെ ദേഷ്യം അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പൊന്നുവിനോട് ദേഷ്യം കൂടുകയായിരുന്നു. ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം ഇങ്ങനെയാക്കി തന്നതിന് ഇന്നത്തെ ദിവസം പോലും അവൻ പറഞ്ഞത് ഇവിടെ അവളുടെ മണമുണ്ടെന്നാണ്. ആ മണം അയാൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അവളെയും ആഗ്രഹിക്കുന്നുണ്ട്. വിടില്ല പൊന്നു, എൻ്റെ ഈ അവസ്ഥ നിന്നെയും ഞാൻ അറിയിക്കും, നീ നോക്കിക്കോ, പൂജ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. എന്നാൽ ബാൽക്കണിയിലുണ്ടായിരുന്ന നിരഞ്ജൻ ഫോണെടുത്ത് അതിൽ പൊന്നു പാടിയ ഒരു പാട്ട് പ്ലേ ചെയ്തു. റൂമിൽ കിടന്ന പൂജ
പാട്ട് കേട്ടതും എഴുന്നേറ്റ് അവൾ ബാൽക്കണിയിലെ ഡോറിൻ്റെ ജനാല തുറന്നു. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന സിമൻറ്റ് ബെഞ്ചിൽ കിടന്നുകൊണ്ട് നിരഞ്ജൻ ഫോൺ നെഞ്ചിലേക്ക് വെച്ച് ആ പാട്ട് കേൾക്കുന്നത് അവൾ കാണുന്നത്. ഹായ്, എല്ലാവരും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ? എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. തണുപ്പും ചൂടും ഒക്കെ കൂടിയാണെന്ന് തോന്നുന്നു കാലാവസ്ഥ അല്ലേ. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ആണോ എന്നറിയില്ല. ശബ്ദം മാറിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്റ്റോറി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇടാമെന്നുള്ള ഒരു കുഞ്ഞു വാഗ്ദാനം ഞാൻ തരുന്നുണ്ട്. പാലിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ശ്രമിക്കാം. ഓക്കെ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻസൊക്കെ കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് മറക്കാതെ കമൻസൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക. ബൈ.